രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വനവാസകൃതാ ബുദ്ധർ നചമേദ്യ ചലിഷ്യതി. ഞാൻ വനവാസത്തിന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ ആ തീരുമാനത്തെ ഇളക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതിൽ നിന്നിട്ട് ഞാൻ ഇളകുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ടല്ലയോ മഹാരാജാവേ, അങ്ങ് പറഞ്ഞതായ ഈ കാര്യങ്ങൾ പുലരുന്നവരെയെങ്കിലും കാത്തിരിക്കണം, അല്ലെങ്കിൽ അങ്ങയെ ബന്ധിച്ചിട്ട് രാജാവാകണം. ഇതൊന്നും തന്നെ ഞാൻ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വാക്ക് അത് സത്യമായി തീരണം. യസ്തു യുദ്ധേ വരോദത്ത കൈകയ്യേ വരദത്വയ. അല്ലയോ മഹാരാജാവേ, അങ്ങ് വരങ്ങൾ നൽകുന്നവനാണ്. ആര് എന്ത് അഭീഷ്ടം യാചിച്ചാലും അത് നൽകി അവരെ അനുഗ്രഹിക്കുന്നവനാണ്. അങ്ങനെയുള്ളവനായ അങ്ങ് ദേവലോകത്തിൽ വെച്ച് നടന്നതായ യുദ്ധത്തിൽ വെച്ചിട്ട് 2 വരങ്ങൾ കൈകേയിക്ക് നൽകിയിട്ടുണ്ട്. ആ വരങ്ങളെ ദീയതാം നിഖിലേനൈവ, ഒരു കുറവും വരാതെ കൈകേയിക്ക് അല്ലയോ മഹാരാജാവേ അങ്ങ് നൽകിയാലും അങ്ങനെ നൽകിയിട്ട് സത്യസ്ത്വം ഭവ പാർത്ഥിവ. അല്ലയോ മഹാരാജാവേ, അങ്ങ് സത്യവാദിയായി തീരണം. സത്യത്തെ പരിപാലിക്കുന്നവനും സത്യത്തിൽ നിലനിൽക്കുന്നവനായി തീരണം. അല്ലയോ പിതാവേ, ഞാൻ അങ്ങയുടെ ആ വാക്കിനെ പൂർണ്ണമായിട്ടും യഥാശക്തി അനുസരിക്കും. അഹം നിദേശം ഭവതോ യഥോക്തം അനുപാലയൻ. അങ്ങയുടെ ഈ കൽപ്പനയെ, അങ്ങ് ഏത് കൽപ്പനയാണോ പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ കൽപ്പനയെ അങ്ങ് പറഞ്ഞ പ്രകാരത്തില് പരിപാലിക്കുന്നവനായിട്ട് 14 വർഷം വനചരീ സഹ, വനചരന്മാരോടൊപ്പം കാനനവാസികളോടൊപ്പം ഞാൻ കാട്ടിൽ കഴിയും. അതിന് യാതൊരു സംശയവും വേണ്ട. എനിക്ക് ഈ നാട്ടിലുള്ളതായ യാതൊരു സുഖങ്ങളിലും യാതൊരു ആഗ്രഹവും ഇതുവരെ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആഗ്രഹത്തെ, എന്റെ ആഗ്രഹത്തെ അങ്ങ് നിഷേധിക്കുന്നു എന്നുള്ളതായ ദുഃഖം അങ്ങേ പിടികൂടരുത്. എനിക്ക് ഈ രാജ്യത്തിൽ, സമ്പത്തിൽ, ധനധാന്യങ്ങളിൽ, കിരീടത്തിൽ യാതൊരു ആഗ്രഹവുമില്ല. അതിനാൽ എന്റെ ഒരാഗ്രഹത്തെയും അങ്ങ് കൈകേയിക്ക് ഈ 2 വരങ്ങൾ നൽകിയതിലൂടെ നിഷേധിച്ചിട്ടില്ല. എനിക്കൊരു ദുഃഖവും അങ്ങ് ഉണ്ടാക്കിയിട്ടുമില്ല. അതുകൊണ്ട് അപഗച്ഛതുതേ ദുഃഖം മാഭൂർ ബാഷ്പരിപ്ലുത. അങ്ങയുടെ ദുഃഖം പൂർണ്ണമായിട്ടും ഇല്ലാതായി തീരട്ടെ. എന്നെ വേദനിപ്പിക്കുന്നു എന്നുള്ള വിചാരം അങ്ങയുടെ മനസ്സിൽ നിന്നിട്ട് അങ്ങ് കളഞ്ഞാലും, അങ്ങയുടെ കണ്ണുനീരിനെ അങ്ങ് നിയന്ത്രിച്ചാലും ഒരിക്കലും സമുദ്രം ക്ഷോഭിക്കില്ല. സമുദ്രം അങ്ങേയറ്റം കരുത്തോടുകൂടിയ മനസ്സിന്റെ ഉടമയാണ്. ഏതൊരു അവസ്ഥയിലും സമുദ്രം അക്ഷോഭ്യനായിട്ട് നിലകൊള്ളും. അതേ പ്രകാരത്തില് അല്ലയോ മഹാരാജാവേ, അങ്ങും അക്ഷോഭ്യനായി തന്നെ തുടരണം. എനിക്ക് ആകെ ആഗ്രഹമുള്ളത് ഇത് മാത്രം. ത്വാമഹം സത്യമിച്ഛാമി നാനൃതം പുരുഷർഷഭ. അല്ലയോ മഹാരാജാവേ, അങ്ങ് സത്യവാദിയായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് ഒരിക്കലും സത്യത്തെ ലംഘിക്കുന്നവൻ ആയിത്തീരാൻ പാടില്ല എന്നും എനിക്ക് നിർബന്ധമുണ്ട്. അത് യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടിയിട്ട് അല്ലയോ മഹാരാജാവേ, അങ്ങ് അനുവദിച്ചാലും. ഇത് മാത്രമല്ല, ഞാനും ഒരു സത്യം കൈകേയിയോടും ചെയ്തിട്ടുണ്ട്. എന്താ സത്യം? ഇപ്പോ തന്നെ അല്പം മുമ്പ് ഞാൻ കൈകേയിയോട് ഏറ്റുപറഞ്ഞതാണ്. അർത്ഥിതോ ഹ്യസ്മി കൈകേയ്യ വനം ഗച്ഛേത് രാഘവ. എന്റെ അമ്മയായ കൈകേയി എന്നോട് പറഞ്ഞു, അല്ലയോ കുഞ്ഞെ, നീ വനത്തിലേക്ക് പോകണം എന്ന്.
അങ്ങനെ കൈകേയി പറഞ്ഞതായ ആ വാക്ക് ഞാൻ പരിപാലിക്കുമെന്ന ആ അമ്മയോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. മയാജോക്തം പ്രജാമീതി, ഞാനിതാ പോകുന്നു എന്ന് കൈകേയിയോട് ആ നിമിഷം തന്നെ ഞാൻ മറുപടി പറഞ്ഞു. തത് സത്യം അനുപാലയെ, ആ സത്യത്തെ, കൈകേയിയോട് ഞാൻ പറഞ്ഞതായ സത്യത്തെ, അല്ലയോ മഹാരാജാവേ, ഞാൻ പരിപാലിക്കുന്നു. അതെനിക്ക് പരിപാലിച്ചേ കഴിയൂ. അങ്ങനെ അച്ഛനെ സത്യപ്രതിജ്ഞനാക്കാനും അമ്മയോട് ഞാൻ ചെയ്തതായ ആ പ്രതിജ്ഞ, അമ്മയ്ക്ക് നൽകിയതായ ആ വാക്ക്, അത് സത്യമാക്കി തീർക്കാനും വേണ്ടിയിട്ട് ഞാൻ കാനനത്തിലേക്ക് പുറപ്പെടുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. മാചോത്കണ്ഠം കൃഥാദേവ വനേ രംസ്യാമഹേ വയം. അല്ലയോ ദേവ, അല്ലയോ ഈശ്വര, അങ്ങ് എനിക്ക് ഈശ്വരൻ തന്നെയാണ്. അങ്ങ് ഒരിക്കലും ഉത്കണ്ഠപ്പെടരുത്. ഏതെങ്കിലും പ്രകാരത്തിലുള്ളതായ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വനജീവിതത്തിൽ എനിക്ക് വരും എന്നുള്ളതായ ഭയപ്പാട് അങ്ങയുടെ മനസ്സിൽ വേണ്ട. ഞാൻ വനത്തില് ആഹ്ലാദിക്കുകയായിരിക്കും, ആനന്ദിക്കുകയായിരിക്കും, ഉത്സവം ആഘോഷിക്കുകയായിരിക്കും. അതുകൊണ്ട് എനിക്ക് യാതൊരു ദുഃഖവും വനവാസത്തിലില്ല, ഒരാപത്തും വനവാസത്തിലില്ല എന്ന് അങ്ങ് ഉറച്ചുകൊള്ളുക. പിതാഹി ദൈവതം ദാത ദേവതാനാമപി സ്മൃതം. പണ്ടേ തന്നെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ദേവതമാർക്ക് പോലും പിതാവ് ദൈവതമാണ് എന്ന്, ഈശ്വരനാണ് എന്ന്. അപ്പോ മനുഷ്യനായ എന്നെ സംബന്ധിച്ചിടത്തോളമോ അങ്ങ് ഈശ്വരൻ തന്നെയാണ്. തസ്മാത് ദൈവതമിത്യേവ കരിഷ്യാമി പിതുർവച. അതുകൊണ്ട് അങ്ങയുടെ വാക്ക് അത് ഈശ്വരന്റെ വാക്കായിട്ട് തന്നെയാണ് ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആ പ്രകാരത്തിൽ ഞാൻ അതിനെ എന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിനെ ഞാനിതാ നിർവഹിക്കുന്നു. 14 കൊല്ലം തികയുമ്പോഴേക്കും ഞാൻ വന്നിട്ട് പുനർദ്രക്ഷ്യസി മാം പ്രാപ്തം. അല്ലയോ മഹാരാജാവേ, ഞാൻ അങ്ങയുടെ മുന്നിൽ വരും, അങ്ങ് എന്നെ കാണും. ഞാൻ വന്നു ചേരുന്നതായിട്ട് അങ്ങ് കാണും. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നത് അങ്ങ് കാണും. അതുകൊണ്ട് സന്താപോയം വിമുച്യതാം, അങ്ങ് അങ്ങയുടെ മനസ്സിനെ ഗ്രസിച്ചിരിക്കുന്നതായി ഈ ദുഃഖത്തെ ഉപേക്ഷിച്ചാലും ആനന്ദത്തോടുകൂടിയിരുന്നാലും സന്തോഷത്തോടുകൂടിയിരുന്നാലും ശ്രീരാമചന്ദ്രൻ ദശരഥ മഹാരാജാവിനോട് അദ്ദേഹം സന്തോഷത്തോടുകൂടിയിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താൻ നിർവഹിക്കാൻ പുറപ്പെട്ടിരിക്കുന്നതായ കർത്തവ്യത്തിന്റെ പ്രത്യേകതകളെ എല്ലാം അദ്ദേഹത്തെ വിശദമായി കേൾപ്പിച്ച് തനിക്ക് സിംഹാസനത്തിലേറാൻ കിട്ടിയതായ അവസരങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായി മുന്നിൽ വന്ന അവസരങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് തന്റെ ആ തീരുമാനത്തിൽ, ആ സത്യപ്രതിജ്ഞയിൽ ഉറച്ചു നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അച്ഛനോട് സംസാരിക്കുന്നത്, അച്ഛനെ സമാധാനിപ്പിക്കുന്നത്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ഛനെ സമാധാനിപ്പിക്കുന്നത് നാം ഇവിടെ കാണുന്നു. ഇതാണ് ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് എന്ന് വാൽമീകി മഹർഷി അനേക തവണ ഈ രാമായണ മഹാകാവ്യത്തില് ആവർത്തിച്ച് നമ്മെ കേൾപ്പിക്കുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മം ഈ ലോകത്തെ നിലനിർത്തുന്നതായ പരമമായ സത്യം. ധർമ്മത്തിലാണ് ലോകം ഉണ്ടാകുന്നത്, ധർമ്മത്തിലാണ് ലോകം നിലനിൽക്കുന്നത്, ധർമ്മത്തിലാണ് ലോകം ലയിക്കുന്നത്. ആ പരമമായ ധർമ്മത്തിന് ഒരു മനുഷ്യ ആകൃതി കൈവന്നു കഴിഞ്ഞാൽ അതാണ് അയോധ്യാധിപനായിരിക്കുന്ന ദശരഥ മഹാരാജാവിന്റെ മകൻ ശ്രീരാമചന്ദ്രൻ. ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് അദ്ദേഹം. ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്ന നിമിഷങ്ങളാണ് രാമായണത്തിൽ ഉടനീളമുള്ളത്. അതിൽ വളരെയേറെ സുപ്രധാനമായ സന്ദർഭമാണിത്. ദശരഥന്റെ മുന്നിൽ നിൽക്കുന്ന സീതാസമേതനായി ലക്ഷ്മണാന്വിതനായി ദശരഥന്റെ മുന്നിലെ കൈകൂപ്പി നിൽക്കുന്ന ഈ രാമന്റെ ഈ സന്ദർഭം. നാളെ രാത്രി 8:30 നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാം. വാൽമീകി രാമായണത്തിലൂടെയുള്ളതായ നമ്മുടെ ഈ പര്യടനം, വാൽമീകി രാമായണത്തെ അടുത്തറിയാൻ വേണ്ടിയിട്ടുള്ളതായ പരിശ്രമം നമുക്ക് തുടരാം. അതിന് വാൽമീകി മഹർഷി നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ
പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.